ഹായ് ഗൈസ്, നമ്മളിന്ന് ദ ലോക്ക് സ്മിത്തിൽ വന്നേക്കാണ്. ഇവിടെ എല്ലാ കീയുടെയും ഡ്യൂപ്ലിക്കേറ്റ് ഫീസ് കൂടെ എടുക്കുന്നതാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. നമ്മൾ കാക്കനാട്ടേക്ക് റൂം ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കീ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മുടെ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പുള്ളത്. ഹിൽ പാലസിൽ നിന്ന് 100 മീറ്റർ ഉള്ളൂ. ഓക്കെ, ഹോൾഡിങ് ഈ കീ ഈസ് ലൈക്ക് ഹോൾഡിങ് ഈ പ്രോമിസ്. കൊള്ളാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരിത്. കൊള്ളാം, ഓഫീസും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഓക്കെ ഗൈസ്, ഒരു മിനിറ്റ്. പിന്നെന്താ, അത് കൊണ്ടുവന്നവർ റെഡിയാക്കാം. കൊണ്ടുവന്നു ഒരു കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടുവന്നവർ റെഡിയാക്കാം. ഓക്കെ ഓക്കെ, ശരി. വെള്ളം വേറെ ഏതോ ക്ലൈൻ്റ് ഉണ്ട്. ഞാൻ നോക്കട്ടെ, പേ ചെയ്താൽ മതി. അതിപ്പോൾ 5 മിനിറ്റ്. ഓക്കെ, നമസ്കാരം. നമസ്കാരം. ഈ കീയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എങ്ങനെയാണ്? പിന്നെന്താ, ചെയ്തു തരാമല്ലോ. എത്ര സമയം എടുക്കും കേട്ടോ? ഒരു 5 മിനിറ്റ്. ഓക്കെ, ശരി. പേരെങ്ങനെയായിരുന്നു? ഓക്കെ ഓക്കെ ഗൈസ്, ഒരു 5 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, നല്ലൊരു ആംബിയൻസും നല്ല ഇതുമാണ് ഇവിടെ. ചേട്ടൻ ഇത് തിരക്കിലാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ സർവീസസ് എന്ന്. ഇഷ്യൂ തന്നെ ആയിരിക്കില്ല അല്ലേ? നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു 2-3 ക്ലയൻറ്റ്സ് വന്നിട്ടുണ്ട് ഓൾറെഡി. പുതിയ ബാറ്ററി ഗൈസ്, 5 മിനിറ്റ് ആയിട്ടില്ല, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ടൈമുണ്ട്, നമുക്ക് ധൃതിയൊന്നുമില്ല. പിന്നെ TPU ടൈപ്പ് ഉണ്ടായിരുന്നേ, അത് നല്ലതായിരുന്നു. പക്ഷെ അത് ഇപ്പൊ അവിടെ ഓർഡർ ഇല്ല. കാരണം ഡെസ്ക്ടോപ്പിനാണ് ഇതേപോലെ ഇത് പൊട്ടുന്നത്. രണ്ടും പറ്റുമോ? 25 16 രണ്ടും പറ്റുമോ? 25 ആണ് എപ്പോഴും നല്ലത്. കുറച്ചും കട്ടി ഉണ്ടാവും, അപ്പൊ നല്ല ഫിറ്റായിട്ട് ഇരുന്നു. അതേപോലെ തന്നെയാണ് മാരേജില് കിട്ടും അല്ലേ? ഗൈസ്, ഇവിടെ ഗൂഗിൾ പേയും കാർഡും എല്ലാം ആക്സെപ്റ്റബിൾ ആണ്. ഇതേപോലത്തെ അല്ലേ? അത് 130. മറ്റേതാണ് റേറ്റ് കൂട്ടി. സിലിക്കോൺ ടൈപ്പ് ഇല്ലേ? ഒരു റെഡ് കളർ വരുന്ന ടൈപ്പ് ഇല്ലേ? റബ്ബർ പോലെ അത് പിടിച്ചിട്ടുണ്ടായിരുന്നോ? അതേതായിരുന്നു? ഞാൻ 490 അങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ വണ്ടിന്റെ.
ഇതേപോലത്തെ ഞാൻ പറഞ്ഞത് ഇതാകുമ്പോൾ 180 രൂപ. മറ്റേ ഉണ്ടെങ്കിൽ ഓർഡർ എടുത്ത് വെച്ചേക്കാം. വേണോ അത്? ഇവിടുത്തെ നമ്പർ ഞാൻ പറഞ്ഞു നോട്ട് ചെയ്ത് 9077 727 0058. അത് ഇടുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത്. ആ സാധനത്തിന് നമ്മുടെ കൈയിന്റെ വേർപ്പില്ലേ വ്യത്യാസം അതാണ് ഇതിന്മേൽ തട്ടുമ്പോഴത്തേക്കും തൽക്കാലം സിലിക്കോണാഞ്ചിൽ ഇടുന്നത് ബെറ്ററായി. മറ്റേത് ആദ്യം എടുത്ത സാധനം കയ്യിൽ സിലിക്കോണല്ലേ, ആദ്യം പ്രൊട്ടക്ഷൻ പോലെ വന്നതാണ്. അതിന്റെ അത് പൊട്ടുന്നുണ്ട്. അപ്പൊ അതിനേക്കാളും ക്വാളിറ്റി ഉള്ളത് ഒരേ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് തീർക്കുന്നത്. റെഡിയാ വരുന്നുണ്ട്. ശരി സാർ, സാറിന്റെ റെഡിയാണ്. ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും പ്രശ്നമൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ശരി, റെഡി ആയിക്കോളും. ഓക്കെ. എത്രയാണ് നിങ്ങളുടെ ചാർജ് വരുന്നത്? അത് 90 60. ഓക്കെ, ഒരു കേക്ക് 90, ഒരു കേക്ക് 60. അത് ഡിപ്പെൻഡ് ആണ് ഓരോ കേക്ക് അനുസരിച്ച്. ഓക്കെ, ഇത് വൈഫാണ്. ശരി ശരി, ഓക്കെ സ്റ്റാർട്ടപ്പാണ്. ശരി ശരി, ഓക്കെ. ഇപ്പോൾ നമ്മുടെ കീ അല്ലാതെ വേറെ നിങ്ങളിവിടെ എന്തൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ മെയിനായിട്ട് വണ്ടികളുടെ ആണെങ്കിലും അതേപോലെ വീടുകളുടെ കീ ഒക്കെ നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചിട്ട് നമ്മൾ ലോക്കൈസിനുണ്ടാണ് നമ്മൾ കീ ഉണ്ടാക്കി തരും. അതേപോലെ ഈ വണ്ടികളുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ സ്പോട്ട് സർവീസ് ഉണ്ട്. കാറാണെങ്കിൽ ബൈക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഇത് ചെയ്യും. പോയി ചെയ്യും. അതുപോലെ വീടുകളുടെ നിങ്ങൾ സർവീസ് ഉണ്ടോ? വീട്ടിൽ പോയി സർവീസ് ഉണ്ടോ? വീട്ടിൽ പോയിട്ട് സർവീസ് നമ്മളില്ല. നമ്മൾ കൂടുതലും ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യണത് വണ്ടികളുടെ കീയുടെ സർവീസ് ഇല്ല. വീടുകളിൽ നമ്മളിപ്പോ വണ്ടിയുടെ കീ മൊത്തത്തിൽ ലോസ്റ്റ് ആവുകയാണ്. അത് എവിടെയാണോ കിടക്കുന്നത്, വീട്ടിലായിക്കോട്ടെ ഏതെങ്കിലും റോഡ് സൈഡ് ആയിക്കോട്ടെ, അവിടെ വന്ന് നമ്മൾ ഓൺ സ്പോട്ട് സർവീസിൽ പുതിയ കീ എങ്ങനെയാണോ നിങ്ങൾക്കുള്ള അതേപോലെ തന്നെ ചെയ്തു അവിടെ തന്നെ വെച്ച് ചെയ്തരോ? നിങ്ങൾ അവിടെ തന്നെ വന്ന് ചെയ്തുതരും. ഓക്കെ ഓക്കെ, അത് നല്ലൊരു ഫെസിലിറ്റിയാണ്. മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് നിങ്ങളുടെ RC ബുക്കും നിങ്ങളുടെ ID പ്രൂഫ് അയച്ചു തന്നാൽ മാത്രം മതി. ഞങ്ങൾ ലൊക്കേഷനിൽ വന്ന് അവിടെ വന്ന് നമ്മള് എല്ലാം ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വണ്ടി എങ്ങാനും കീ മിസ്സാവാണ് അല്ലെങ്കിൽ അങ്ങനെ പറ്റുകയാണെങ്കിൽ അല്ലേ? അതെ, ഞാനിപ്പോൾ ചോദിക്കാൻ വന്നോ, ഇപ്പോൾ ഒരു കാറ് മോഷ്ടിക്കുകയാണെങ്കിൽ എനിക്കിത് എൻ്റെ കാർ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ശരി ശരി, ചെക്ക് ചെയ്ത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങളത് ചെയ്യുള്ളൂ. അല്ല, ഇപ്പം നിങ്ങളിത് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാറ് മോഷ്ടിക്കുന്ന ആൾ വന്നിട്ട് ഇതെൻ്റെ കാറാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കീ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. അല്ല, ഞാനിപ്പോൾ വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നതാണ്. ഇപ്പോൾ ഒരു പൂട്ടി കിടക്കുന്ന വീട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. ചെയ്യാനായിട്ട് നമുക്ക് ആളുകളുണ്ട്. നമ്മള് ഇതല്ല, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, നിങ്ങൾ വീട് ചെയ്യുന്നില്ല അല്ല, അത് കുഴപ്പമില്ല. അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. നമ്മുടെ നോർമൽ ലോക്കുകളുണ്ടല്ലോ, അത് കീ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഡോർ തുറന്നെടുക്കാണ്. അവർക്ക് അഴിച്ചിട്ട് ആ ലോക്ക് കൊണ്ടുവരാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ പുതിയ കീ ആയിട്ട് നമ്മൾ ചെയ്ത് തരും. അത് ഈവൻ നമ്മൾ എത്ര പഴയ ലോക്കാണെങ്കിലും ഏത് പഴയ പണ്ടത്തെ ആണെങ്കിൽ പോലും നിങ്ങളത് ചെയ്തു കൊടുക്കും അല്ലേ? പിന്നെ ബൈക്കിന്റെ കീ, 2 വീലറിന്റെ കീ ഇതേപോലെ ലോസ്റ്റ് ആകുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരുടെ കയ്യിൽ കീ നമ്പർ ഉണ്ടാവും. അതുണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ റെഡിയാക്കി വെക്കും. ഓ, ആ കീയിലുള്ള നമ്പർ പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ഓക്കെ. ചില വണ്ടികൾക്ക് കീ നമ്പർ ഉണ്ടാവില്ല. ചിലപ്പോ ലോക്കിൽ തന്നെ എന്താ പറയാ എഴുതിയിട്ടുണ്ടാവും, അതുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ നിയർ ബൈ വർക്ക്ഷോപ്പിൽ ചെന്ന് നിങ്ങളുടെ ബൈക്കിന്റെ ഇഗ്നിഷൻ ലോക്ക് അയച്ചോണ്ട് വരികയാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ മാനുവലി നമുക്ക് കീ ഉണ്ടാക്കാം. റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആട്ടോ. നമ്മൾ ഒരുപാട് ഇതായിട്ടൊന്നും മേടിക്കണമെന്നില്ല. നമുക്ക് നോർമലി എങ്ങനെയാണോ ആ റേറ്റ് വരുന്നത്. എന്തായാലും കംപ്ലീറ്റ് കീ സൊല്യൂഷൻ പോലെ തന്നെ നിങ്ങളുടെ കീക്ക് എന്തും 2 വീലർ ആയിക്കോട്ടെ, കാറിന്റെ ആയിക്കോട്ടെ, വീടിന്റെ ആയിക്കോട്ടെ, കീ റിലേറ്റഡ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇഷ്യൂസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ഞാനിപ്പോ ചോദിക്കാൻ വരായിരുന്നു, അവിടെ നിങ്ങള് കാർ അലാം സിസ്റ്റത്തിന്റെ ഒരു നിങ്ങൾ ഇവിടെ കാർ കൊണ്ടുവന്ന് നിങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും. കമ്പനി വാറന്റിയോട് കൂടിയാ ചെയ്യുന്നത്. 3 ഇയർ വാറന്റി വരുന്നത് ആദ്യം തന്നെ കമ്പനിയാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അവരാണ് കൂടുതലും സർവീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു തരുന്നത്. ഞാൻ നിങ്ങളുടെ ഇവിടെ ഒരു ഇതും കണ്ടായിരുന്നു, ബ്രോഷറും കണ്ടായിരുന്നു. പിന്നെ ബ്രാസ് ബോർഡ്സ് ഉണ്ട്.
നെയിം ബോർഡ് ഒക്കെ ഉണ്ടല്ലോ, നെയിം ആ അത് ബോർഡ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വന്ന കാര്യമാണ്. ഇവിടെ ഇതിരിക്കണം, അപ്പോൾ നിങ്ങൾ നമ്പർ പ്ലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നോട് ചെയ്യാൻ ഉണ്ട്, നെയിം ബോർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ബ്രാസിന്റെയും സ്റ്റീലിന്റെ ആണ് ചെയ്യാറുള്ളൂ. ഓക്കെ, നമ്മൾ എന്താണോ പേര് പറയുന്നത് നിങ്ങളത് ചെയ്തു തരും, ലെങ്ത്തും ഇതെല്ലാം. നിങ്ങൾക്ക് എങ്ങനെ ഡിസൈൻ ഉള്ളത് അത് നിങ്ങൾ PDF ആയിട്ട് എന്തെങ്കിലും അയച്ചു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു തന്നിരിക്കും. അതേ ഇതിൽ തന്നെ അതേ രീതിയിൽ തന്നെ ചെയ്തു തരും. ഓക്കെ, നിങ്ങൾ സ്റ്റീലിലും ബ്രാസിലുമാണ് ചെയ്യുന്നത്. രണ്ടുമാണ് നമുക്ക് ഓക്കെ, നമ്പർ പ്ലേറ്റ് നിങ്ങൾ എങ്ങനെയാണോ അതിന്റെ സർവീസ്? നമ്പർ പ്ലേറ്റ് രാവിലെ എന്നാൽ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. നമ്പർ പ്ലേറ്റ് കിട്ടും. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് കാറുകളുടെ ആണെങ്കിലും ബൈക്കുകളുടെ ആണെങ്കിലും ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിരിക്കും. ഫിറ്റ് നമ്മളിവിടെ ചെയ്യാൻ കൊടുക്കുന്നില്ല. നമ്പർ പ്ലേറ്റ് മാത്രമേ നമ്പർ പ്ലേറ്റ് പിന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് നമ്പർ പ്ലേറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 2018 ശേഷമുള്ള വണ്ടികൾക്കൊക്കെ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ ബോർഡ് ഒരിക്കലും നമ്മൾ ചെയ്യുന്നില്ല. അതിന് മുന്നേ ഉള്ള വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ റീടെസ്റ്റിംഗ് അയാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള നമ്പർ ബോർഡുകൾ മാത്രമേ ഉള്ളൂ. മോഡലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതേപോലത്തെ നമ്പർ ബോർഡ് ആയിരിക്കും നമ്മുടെ ഉണ്ടാവുക. ശരി, ഓക്കെ. ഇനിയിപ്പോ വീക്കെൻഡ് അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വരാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ സൺഡേ ഞങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് സൺഡേ നിങ്ങൾക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ്. നിങ്ങളുടെ ഓപ്പണിംഗ് ടൈമിംഗ് ഞങ്ങൾ 9 to 8 PM ആണ് ഉള്ളത്. പിന്നെ അതുകൂടാതെ വേറെ കാര്യം പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവർക്ക് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കൊല്ലം, തൃശ്ശൂർ അതേപോലുള്ള ആളുകൾക്ക് ആ സമയത്തൊക്കെ നമുക്ക് കീ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കീ നഷ്ടപ്പെടുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ECM ഇമ്മൊബിലൈസർ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീ ഉണ്ടാക്കി നമുക്ക് റിട്ടേൺ കൊടുക്കാം. അതാകുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ഞങ്ങൾ അവിടെ വന്ന് ചെയ്യുന്നതും അവർക്ക് ഒരു കൊറിയർ മൂലം തന്നോട്ടാണ് നമ്മൾ ചെയ്തത്. ശരി, ഓക്കെ. നിങ്ങളുടെ യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം ചാനലോ? ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ദ ലോക്സ്മിത്ത് ഇന്ത്യ എന്നാണ്. അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും ദ ലോക്സ്മിത്ത് ഇന്ത്യ എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ റിലേറ്റഡ് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ സമീപിക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി പറഞ്ഞോളൂ. ഞങ്ങളുടെ ഫോൺ നമ്പർ 9072700585. എപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിൾ അവൈലബിൾ ആണ്. ശരി, ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടെ വരാം. ഓക്കെ, ബൈ.